ഞാൻ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ആർദ്ര. അപ്പോൾ 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ലെസൺസും മലയാളം എക്സ്പ്ലനേഷനോടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ നോട്ട്സും അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് തപ്പി കണ്ടുപിടിച്ച് തരുന്നുണ്ട്. സോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു നോട്ട്സും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പോയി നോക്കിയിട്ടാണ് ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ കണ്ടുപിടിച്ച് തരുന്നത്. സോ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്ന ആ കൂടി ഒരു കാര്യമാണ്. അതെന്താണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ടാവും അല്ലേ? നമ്മൾ അവരെയും കൂടി സഹായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കും. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോണത് ലേണിംഗ് ദ ഗെയിം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പാർട്ടിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫസ്റ്റ് പാർട്ട് കാണാൻ മറക്കരുത്. ഇപ്പം നമ്മൾ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇതിലെല്ലാ ക്വസ്റ്റ്യൻ ആൻസറിനും മലയാളം എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വേർഡ് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ നോട്ടിൻ്റെ മുകളിൽ ആ വാക്കിൻ്റെ മുകളിൽ എഴുതി വയ്ക്കുക. ഓക്കെ, ഞാൻ തരുന്ന നോട്ട്സൊക്കെ നിങ്ങളുടെ നോട്ടിൽ എഴുതി വയ്ക്കുക, മറക്കരുത്. എന്നിട്ട് നിങ്ങൾ നന്നായി പഠിച്ചാൽ എല്ലാ പരീക്ഷയ്ക്കും ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും. ഓക്കെ, let's revisit and reflect. Do you think that the summer camp at Shivaji Park helped Sachin to mold himself into a real cricketer? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, ശിവാജി പാർക്കിലുള്ള സമ്മർ ക്യാമ്പ് കാരണമാണ് സച്ചിൻ ഇങ്ങനത്തെ ഒരു റിയൽ ക്രിക്കറ്റർ ആവാൻ കഴിഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്കാണെങ്കിലും ഇങ്ങനൊരു ചോദ്യം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ 2 or 3 വട്ടം വായിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് പോവാം. യെസ്, ബിഫോർ ജോയിനിങ് ദ സമ്മർ ക്യാമ്പ് ഹി യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ് വിത്ത് ഹിസ് കോളനി ഫ്രണ്ട്സ്. യെസ്, ഓക്കെ, മുകളിൽ പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം സമ്മർ ക്യാമ്പിന് മുന്നേ ഇവൻ ക്രിക്കറ്റ് കളിക്കുന്നത് ഇവൻ്റെ കോളനിയിലത്തെ ഫ്രണ്ട്സായിട്ടാണ്. ബട്ട് ഹി ഹാഡ് നോ എക്സ്പീരിയൻസ് ഓഫ് പ്ലേയിങ് ഇൻ ദ നെറ്റ്സ്. പക്ഷേ അവന് നെറ്റിൽ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. വെൻ ഹി ജോയിൻഡ് ദ ക്യാമ്പ് ഹി ഗോട്ട് ഓപ്പർച്യൂണിറ്റി ടു ബാറ്റ് ഇൻ ദ നെറ്റ്സ്. എന്താണ്, അവൻ ക്യാമ്പിൽ ചേർന്നുകൊണ്ട് അവനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എന്തിന്? നെറ്റിൽ ക്രിക്കറ്റ് കളിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവന് കിട്ടി. ആൻഡ് ഹി ഗോട്ട് റിഗറസ് ട്രെയിനിങ്. എന്താണ്, അവന് നല്ല കർശനമായിട്ടുള്ള ട്രെയിനിങ്ങും അവന് കിട്ടി. ആരുടെ കീഴിൽ? അണ്ടർ ദ ഫേമസ് കോച്ച് അശ്രേക്കർ സാർ. എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് കോച്ചായിട്ടുള്ള അശ്രേക്കർ സാറിൻ്റെ കീഴിൽ അവന് നല്ല കർശനമായിട്ടുള്ള ട്രെയിനിങ് കിട്ടി. He became a serious cricket player and even changed his school for cricket. അവൻ എന്താണ്, നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ ആവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ അവന് ക്രിക്കറ്റിന് വേണ്ടിയിട്ട് സ്കൂൾ മാറുകയും ചെയ്തു. ആഫ്റ്റർ എവറി ഡേയ്സ് പ്രാക്ടീസ് ഹി യൂസ്ഡ് ടു റൺ 2 full റൗണ്ട് ഓഫ് ദ ശിവാജി പാർക്ക്. എല്ലാ ദിവസത്തെ പ്രാക്ടീസിൻ്റെ അവസാനം അവൻ ശിവാജി പാർക്കിൻ്റെ ചുറ്റും 2 തവണ ഓടുമായിരുന്നു. ഇറ്റ് ഇൻക്രീസ്ഡ് ഹിസ് സ്റ്റാമിന ടു. അത് കാരണം അവൻ്റെ സ്റ്റാമിനയും കൂടി. ഓക്കെ, ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 16 ചോദ്യം നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സച്ചിൻ ലവ്ഡ് പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ് അറ്റ് ഹോം. അല്ലേ, എന്താണ്, സച്ചിന് വീട്ടിലുള്ള കൂട്ടുകാരോടൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നത് ഇഷ്ടമാണ്. മിസ്റ്റർ രാമകാന്ത് ആച്രേക്കർ വാണ്ടഡ് ഹിം ടു പ്രാക്ടീസ് ഇൻ ദ നെറ്റ്സ്. എന്താണ്, അവൻ്റെ കോച്ചായിട്ടുള്ള രാമകാന്ത് ആച്രേക്കർ സാറിന് അവൻ നെറ്റിൽ കളിക്കുന്നതാണ് ഇഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്നത് കണ്ടിട്ടില്ലേ, ഒരു നെറ്റിൻ്റെ ഉള്ളിലാണ് അവർ ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ കളിക്കുന്നതാണ് സാറിന് ഇഷ്ടം. എന്നാലാണ് അല്ലേ സച്ചിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ പ്ലേയിങ് സ്ട്രീറ്റ് ക്രിക്കറ്റ് ആൻഡ് പ്രൊഫഷണൽ ക്രിക്കറ്റ്? ഓക്കെ, ഈ സ്ട്രീറ്റിൽ കളിക്കുന്നത് എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ അടുത്ത് കൂട്ടുകാരുടെ ഒപ്പം കളിക്കുന്ന ക്രിക്കറ്റും അതേപോലെ തന്നെ ഒരു കോച്ച് പഠിപ്പിക്കുന്ന ക്രിക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് വാസ് ദ റോൾ ഓഫ് മിസ്റ്റർ ആച്രേക്കർ ആസ് എ മെൻറ്റർ ടു ചേഞ്ച് സച്ചിൻ ടു എ പ്രൊഫഷണൽ ക്രിക്കറ്റർ?
മിസ്റ്റർ ആച്രേക്കർ സാറിൻ്റെ ഒരു റോൾ എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്തിന്? സച്ചിനെ ഇങ്ങനത്തെ ഒരു നല്ലൊരു ക്രിക്കറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ആച്രേക്കർ സാറിൻ്റെ ഒരു റോള് എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. അക്കോർഡിംഗ് ടു ആച്രേക്കർ സാർ, പ്ലേയിങ് ക്രിക്കറ്റ് വിത്ത് ഫ്രണ്ട്സ് അറ്റ് ഹോം വാസ് മിയർ ടൈം പാസ് ആൻഡ് മീനിങ്ലെസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആച്രേക്കർ സാറിന് എന്തായിരുന്നു, വീട്ടിലുള്ള കുട്ടികളുടെ ഒപ്പം ക്രിക്കറ്റ് കളിക്കുന്നത് ഒരു ടൈം പാസും അതേപോലെ തന്നെ ഒരു അർത്ഥമില്ലാത്തൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് അല്ലേ. നമ്മൾ വെറുതെ ജസ്റ്റ് ടൈം പാസിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് അത് കളിക്കുന്നത്. അപ്പോൾ ആച്രേക്കർ സാറിന് അതേപോലെ തന്നെയാണ് തോന്നുന്നത്. എന്ത്, ഇങ്ങനെ കൂട്ടുകാരുടെ ഒപ്പം കളിക്കുന്നത് ജസ്റ്റ് ടൈം പാസും അതേപോലെ തന്നെ ഒരു അർത്ഥമില്ലാത്തൊരു ഇതാണ്. To learn professional cricket following all rules, സച്ചിൻ ഷുഡ് ഹാവ് പ്രാക്ടീസ്ഡ് ഇൻ ദ നെറ്റ്സ് അണ്ടർ എ ഗുഡ് കോച്ച്. അപ്പോൾ എന്താണ്, നല്ല പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ എല്ലാ റൂൾസും റെഗുലേഷൻസും ഒക്കെ അവന് അറിയണം. അങ്ങനെ അറിയണമെങ്കിൽ എന്താണ്, ഇവന് നല്ലൊരു കോച്ചിൻ്റെ കീഴിൽ ഇവൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഇവന് അറിയുള്ളൂ അല്ലേ. ആച്രേക്കർ സാർ കുഡ് ഡിസ്റ്റിങ്വിഷ് ദ പൊട്ടൻഷ്യൽ ക്രിക്കറ്റർ ഇൻ സച്ചിൻ. എന്താ, ആച്രേക്കർ സാറിന് എന്താണ്, അവൻ്റെ ഉള്ളിൽ ഒരു നല്ല ക്രിക്കറ്റർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് ആച്രേക്കർ സാറിന് മനസ്സിലായി. ആൻഡ് ഹി ഗേവ് ഹിം ഇൻറ്റൻസീവ് ട്രെയിനിങ്. അത് മനസ്സിലാക്കിയിട്ട് ആച്രേക്കർ സാറ് നല്ല ഇൻറ്റൻസീവായിട്ട് നല്ല തീവ്രമായിട്ടുള്ള ട്രെയിനിങ് അവന് കൊടുത്തു. ഹി അഡ്വൈസ്ഡ് ആൻഡ് എൻകറേജ്ഡ് ഹിം സെയിങ് ദാറ്റ് one day the whole world would come to see him play cricket. എന്താണ്, ഹി അഡ്വൈസ്ഡ്, എന്താണ്, ആച്രേക്കർ സാർ അവനെ ഉപദേശിക്കും, അവനെ എൻകറേജ് ചെയ്യും, ഓക്കെ, അവനെ പ്രോത്സാഹിപ്പിക്കും. അതേപോലെ തന്നെ അവനോട് പറയും, എന്ത്, നിൻ്റെ കളി കാണാൻ ഒരു ദിവസം ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും നിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട് വരുമെന്ന് ആച്രേക്കർ സാർ പറയുമായിരുന്നു. ഇഫ് ആച്രേക്കർ സാർ ഹാഡ് നോട്ട് ബീൻ ദർ ആസ് ഹിസ് ട്രെയിനർ, സച്ചിൻ വുഡ് നോട്ട് ഹാവ് ബീൻ ദ ക്രിക്കറ്റർ ഹി ബിക്കം ലേറ്റർ. അപ്പോൾ ആച്രേക്കർ സാറ് ഇവൻ്റെ ട്രെയിനറായിട്ട് വന്നിട്ടില്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഇതുപോലെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്ററായി മാറുകയില്ലായിരുന്നു. സച്ചിൻ ഓൺഡ് ഓൾ ഹിസ് അച്ചീവ്മെൻറ്റ് ടു ഹിം. സച്ചിൻ്റെ എല്ലാ വിജയത്തിൻ്റെ പിന്നിലും ഇദ്ദേഹമാണ്. അത് സച്ചിനും പറയുന്നുണ്ട്. സച്ചിൻ അവൻ്റെ ഈ ഒരു ക്രിക്കറ്റ് തന്നെ അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക, ബിക്കോസ് ആച്രേക്കർ സാറിൻ്റെ ഒരു റോള് ഇതിൽ വരുന്നുണ്ട്. Question number 3. Quote the sentence which you find most inspiring from Learning the Game. Learning the Game എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് ക്വോട്ടാക്കി എഴുതാം. എന്ന് വെച്ചാൽ ഒരു തോട്ട് പോലെ എഴുതാം. ഹൗ ഡു ദേ ഇൻസ്പയർ യു? എങ്ങനെയാണ് നിങ്ങൾ ആ സെൻറ്റൻസ് പ്രചോദിപ്പിച്ചത്? അതേപോലെ തന്നെ ആൻഡ് ട്രിഗർ എ സ്റ്റാർട്ടപ്പ് തോട്ട് ഓൺ യുവർ അംബിഷൻ. അംബിഷൻ എന്ന് വെച്ചാൽ നമ്മുടെ അഭിലാഷം അല്ലെങ്കിൽ ആഗ്രഹം. അപ്പോൾ ഈ സെൻറ്റൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹത്തിനോട് ഒരു ട്രിഗർ ഔട്ട് എന്ന് വെച്ചാൽ ട്രിഗർ ആൻഡ് സ്റ്റാർട്ടപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പെട്ടെന്ന് പഠിക്കാനൊക്കെ തോന്നില്ലേ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മൈൻഡിനെ ബൂസ്റ്റ് ചെയ്തത്, എങ്ങനെയൊക്കെ രീതിയിലാണ് എന്നൊക്കെ എഴുതാനാണ് ഈ ഒരു ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 സെൻറ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയാണ് ആ ഒരു സെൻറ്റൻസ് എന്നെ പ്രചോദിപ്പിച്ചത്, അതും ഞാനിവിടെ എഴുതുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കാം. ഓക്കെ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം പ്ലേയിങ് in game with the skills. Cricket is waiting for you at the nets. Practice hard and see what magic can transpire. എന്താണ് കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്ത്, ഇങ്ങനത്തെ ഗെയിംസ് കളിച്ചിട്ട് നീ നിൻ്റെ ടൈം വേസ്റ്റ് ചെയ്യരുത്. നിനക്ക് വേണ്ടി ക്രിക്കറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നീ നന്നായി പ്രാക്ടീസ് ചെയ്യൂ, അപ്പം നിനക്ക് മാജിക് കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണ് ആച്രേക്കർ സാർ പറഞ്ഞത്. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് പ്രചോദിപ്പിച്ചത് നമുക്ക് നോക്കാം. ദിസ് വേർഡ്സ് ഓഫ് ദ ഫേമസ് കോച്ച് ആച്രേക്കർ സാർ should inspire us to set a goal in our life. എന്താ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആച്രേക്കർ സാറിൻ്റെ ഈ വാക്കുകൾ കാരണം നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഒരു ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്യണം. ആൻഡ് വർക്ക് ഹാർഡ് ടു അച്ചീവ് ദാറ്റ് ഗോൾ. എന്നിട്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്യണം, കുറേ നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കണം ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട്. വി ഷുഡ് നോട്ട് വേസ്റ്റ് അവർ ടൈം ബിക്കോസ് ടൈം മിസ്സ്പെൻറ്റ് കുഡ് ബി റിട്രൈവ്ഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരിക്കലും സമയം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം കഴിഞ്ഞു പോയ സമയം നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഹാർഡ് വർക്ക് ആൻഡ് പേഷ്യൻസ് വിൽ മേക്ക് അസ് സക്സസ്ഫുൾ ഇൻ ലൈഫ്.
ഹാർഡ് വർക്ക് ആൻഡ് പ്രാക്ടീസ് വിൽ മേക്ക് എ സക്സസ്ഫുൾ ഇൻ ലൈഫ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ, നന്നായിട്ട് അധ്വാനിച്ചാൽ, അതേപോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എന്തായാലും ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. വൺ ഡേ പീപ്പിൾ ഫ്രം അക്രോസ് ദ വേൾഡ് വുഡ് കം ആൻഡ് വാച്ച് യു പ്ലേ. ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് പല ആൾക്കാരും നിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട് വരുമെന്ന് അച്രേക്കർ സാർ സച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് എന്നെ ഇൻസ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. ദ സെക്കൻഡ് സെൻറ്റൻസ് ഷുഡ് ഇൻസ്പയർ അസ് എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് സെൻറ്റൻസ് നമ്മളെല്ലാവരും പ്രചോദിപ്പിക്കണം. വെൻ വി വിൻ അവർ ഗോൾ ആൻഡ് ബിക്കം സക്സസ്ഫുൾ നാച്ചുറലി റെക്കഗ്നൈസേഷൻ ആൻഡ് അപ്രീസിയേഷൻ ഓഫ് അതേഴ്സ് വിൽ കം ടു അസ്. നമ്മൾ ഒരു ദിവസം കഷ്ടപ്പെട്ട് നമ്മുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ നാച്ചുറലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും തിരിച്ചറിയും. റെക്കഗ്നൈസേഷൻ എന്ന് വെച്ചാൽ തിരിച്ചറിയും, അതേപോലെ തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മളെ എന്താണ് അഭിനന്ദിക്കും. ഓക്കെ, അതേപോലെ തന്നെ എല്ലാവർക്കും നമ്മളെ മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസ് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാണ്ട് ഇതിൽ നിന്ന് ഓരോ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നിങ്ങൾ ആരും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഇരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ നന്നായാൽ അത് നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളെ ലോകം അറിയപ്പെടും. ഓക്കെ, വെറുതെ ജനിക്കുക, ഭക്ഷണം കഴിക്കുക, ആർക്കോ വേണ്ടി ജീവിക്കുക, എന്നിട്ട് മരിക്കുക, അങ്ങനെ മരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് മരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 1 പോവാം. ആക്ടിവിറ്റി 1. One day people from across the world would come and watch you play, said Achrekar. Now look at this picture. Sachin, the god of cricket. അപ്പോൾ സച്ചിൻ്റെ കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അച്രേക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഒരു ദിവസം നിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൽ നിന്നും പല ആൾക്കാരും നിൻ്റെ കളി കാണാൻ വേണ്ടി വരുന്നു. അപ്പോൾ അതൊരു പ്രവചനം പോലെ തന്നെ ഇപ്പോൾ നമ്മൾ സംഭവിച്ചു അല്ലേ, അത് സംഭവിച്ചു. സച്ചിനാണ് ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ ദൈവം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും കഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കും ഇതുപോലെ ആവാൻ സാധിക്കും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ചോദ്യം നോക്കാം. നോട്ട് ഓൺലി അച്രേക്കർ ബട്ട് ഓൾസോ ഹിസ് ഫാദർ ആൻഡ് ബ്രദർ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സച്ചിൻസ് കരിയർ. ലിസ്റ്റ് ഔട്ട് ദെയർ റോൾസ്. എന്താണ്, അച്രേക്കർ സാറ് മാത്രമല്ല, അതേപോലെ തന്നെ സച്ചിൻ്റെ അച്ഛനും സച്ചിൻ്റെ ചേട്ടനും നല്ല പ്രധാനപ്പെട്ട ഒരു റോൾ തന്നെയാണ്. സച്ചിൻ ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇവരും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഓരോ ഉപകാരങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് രമേശ് ടെണ്ടുൽക്കർ. സച്ചിൻ്റെ അച്ഛൻ്റെ പേരാണ് രമേശ് ടെണ്ടുൽക്കർ. അപ്പോൾ അലൗഡ് സച്ചിൻ ടു ചേഞ്ച് സ്കൂൾ മാറാൻ വേണ്ടിയിട്ട് അച്ഛൻ സമ്മതിച്ചു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, അഡ്വൈസ്ഡ് സച്ചിൻ ടു ടേക്ക് ക്രിക്കറ്റ് സീരിയസ്ലി. എന്താ, സച്ചിനോട് പറഞ്ഞു ഈ ക്രിക്കറ്റ് വളരെ സീരിയസ് ആയിട്ട് കാണാൻ, അങ്ങനെ ഉപദേശിച്ചു. നെക്സ്റ്റ് പോയിന്റ്, അഡ്വൈസ് ഹിം ടു ഡു ഹിസ് ബെസ്റ്റ് വിതൗട്ട് വറിയിങ് അബൌട്ട് ദ റിസൾട്ട്. പിന്നെ എന്താണ് ഉപദേശിച്ചത്, നീ നിൻ്റെ റിസൾട്ടിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാണ്ട് നിന്നെ കൊണ്ട് പറ്റുന്ന അത്ര നീ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ, സംടൈംസ് ഹി കെയിം ടു ടേക്ക് ഹിം ബാക്ക് ഹോം. എന്താ, ഇടയ്ക്ക് പ്രാക്ടീസൊക്കെ കഴിയുമ്പോൾ ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അച്ഛനാണ് വരാം. ഹി ഓൾവേസ് ട്രീറ്റഡ് ഹിം ടു എ ഫ്രൂട്ട് കോക്ടെയിൽ അറ്റ് എ ജ്യൂസ് സെൻറ്റർ. എന്താണ്, സച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കോക്ടെയിൽ ഫ്രൂട്ട് ഒരു ജ്യൂസ് സെൻറ്ററിൽ കൊണ്ടുപോയി അവന് കൊടുക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അച്ഛൻ്റെ റോള്. മനസ്സിലായില്ലെങ്കിൽ ഒരു വട്ടം കൂടി വീഡിയോ കേൾക്കുക. നെക്സ്റ്റ് എന്താണ്, അജിത് ടെണ്ടുൽക്കർ, സച്ചിൻ്റെ ചേട്ടൻ, ഐഡൻറ്റിഫൈഡ് സച്ചിൻസ് ടാലൻ്റ് ഇൻ ക്രിക്കറ്റ്. സച്ചിൻ്റെ ക്രിക്കറ്റിനോടുള്ള ഒരു ടാലൻ്റ്, കഴിവ് സച്ചിൻ്റെ ചേട്ടനാണ് മനസ്സിലാക്കിയത്. ഇൻട്രൊഡ്യൂസ്ഡ് സച്ചിൻ ടു കോച്ച് അച്രേക്കർ സാർ. അച്രേക്കർ സാറിനെ സച്ചിനെ പരിചയപ്പെടുത്തി കൊടുത്തു. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, വെൻ അച്രേക്കർ സാർ വാസ് നോട്ട് ഇംപ്രസ്ഡ് ഓഫ് സച്ചിൻസ് പെർഫോമൻസ് ഹി കൺവിൻസ്ഡ് ഹിം ഓഫ് ഹിസ് പൊട്ടൻഷ്യൽ. അപ്പോൾ ആദ്യത്തെ പെർഫോമൻസിൽ അച്രേക്കർ സാറിന് അത്ര ഇമ്പ്രഷനൊന്നും ഉണ്ടായിരുന്നില്ല സച്ചിനെ പറ്റിയിട്ട്. പിന്നെ അച്രേക്കർ സാറിനോട് പറഞ്ഞ് മനസ്സിലാക്കി അവന് നല്ല കഴിവുണ്ട് എന്നൊക്കെ അല്ലേ. ഈ നെക്സ്റ്റ് പോയിന്റ് എന്താണ്, അക്കമ്പാനിയഡ് സച്ചിൻ ടു ദ ക്യാമ്പ് ആൻഡ് ടോക്ക്ഡ് എ ലോട്ട് അബൌട്ട് ഇറ്റ് ക്രിക്കറ്റ്. എന്താണ്, അപ്പോൾ പ്രാക്ടീസിന് പോകുമ്പോഴൊക്കെ സച്ചിൻ്റെ ഒപ്പം ആദ്യം കൂടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ആ പോകുന്ന ദിവസമൊക്കെയും ക്രിക്കറ്റിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഓക്കെ,
നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഹീ ഗേവ് സച്ചിൻ എ നോട്ട് കണ്ടെയ്നിങ് സം തോട്ട്സ് അബൌട്ട് ബാറ്റിംഗ്. പിന്നെന്താണ്? സച്ചിന് ഒരു നോട്ട് കൊടുത്തു. എന്താണ്? ഈ ബാറ്റിങ്ങിനെ പറ്റിയിട്ടും ക്രിക്കറ്റിനെ പറ്റിയിട്ടൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു നോട്ട് ബുക്ക് സച്ചിന് കൊടുത്തു. ആര്? സച്ചിൻ്റെ ചേട്ടനായിട്ടുള്ള അജിത് ടെണ്ടുൽക്കർ. നമുക്കിനി നെക്സ്റ്റ് നോക്കാം. അച്രേക്കർ സാർ, ഓക്കെ, സച്ചിൻ്റെ കോച്ച്. അപ്പോൾ അഗ്രീഡ് ടു ട്രെയിൻ സച്ചിൻ ഇൻ ക്രിക്കറ്റ്. അപ്പോൾ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യാമെന്ന് ആൾ അംഗീകരിച്ചു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഫൗണ്ട് ഇൻ സച്ചിൻ ദ പൊട്ടൻഷ്യൽ ഓഫ് എ ക്രിക്കറ്റർ. എന്താണ്? സച്ചിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ക്രിക്കറ്റർ എന്ന ഒരു ക്രിക്കറ്റിൻ്റെ ഒരു വലിയ കഴിവുള്ളൊരു മനുഷ്യനാണെന്ന് സാറ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സജസ്റ്റഡ് ദാറ്റ് ഹീ ഷുഡ് ചേഞ്ച് സ്കൂൾ. അപ്പോൾ സച്ചിനോട് സ്കൂൾ മാറാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചു. നെക്സ്റ്റ് ട്രെയിൻഡ് ഹിം റെഗുലർലി ആൻഡ് റിഗറസ്ലി. അപ്പോൾ എന്നും ട്രെയിൻ ചെയ്തു. അതേപോലെ തന്നെ നല്ല റിഗറസ്ലി ആയിട്ട്, നല്ല കഠിനമായിട്ട് നല്ല ട്രെയിനിങ് കൊടുത്തു. പിന്നെന്താ? പണിഷ്ഡ് ഫോർ മിസ്ചീഫ്. ഓരോ കുറുമ്പിന് പണിഷ് കൊടുത്തു. അതേപോലെ തന്നെ ഉപദേശങ്ങൾ കൊടുത്തു. എൻകറേജ്ഡ്, പ്രോത്സാഹനം കൊടുത്തു. Had he not been his coach, Sachin would not have been the god of cricket. അപ്പോൾ അച്രേക്കർ സാറ് സച്ചിൻ്റെ കോച്ച് അല്ലെങ്കിൽ സച്ചിൻ ഇതുപോലെ ക്രിക്കറ്റിൻ്റെ ദൈവമായിട്ട് മാറില്ല. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഓക്കെ, നിങ്ങളെക്കൊണ്ടേ സാധിക്കൂ, നിങ്ങൾ തന്നെ പഠിക്കുക. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഇൻ ദ ലൈറ്റ് of the points listed and analyzing Sachin's experience, prepare a brief write-up on the role played by others in molding a legend. അപ്പോൾ മേളിൽ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ പോയിൻറ്റ്സ് ഒക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് സച്ചിനെ ഇങ്ങനത്തെ ഒരു ക്രിക്കറ്ററാക്കാൻ വേണ്ടിയിട്ട്, ഈ ക്രിക്കറ്ററാക്കി മാറ്റിയ ആൾക്കാരുടെ റോളുകൾ, ഓക്കെ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റപ്പ് നിങ്ങൾ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ റൈറ്റപ്പ് എഴുതുമ്പോൾ നിങ്ങൾ നല്ല അട്രാക്റ്റീവായിട്ട് എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ഹെഡിങ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ദ റൈസ് ഓഫ് ദ മാസ്റ്റർ ബ്ലാസ്റ്ററിൻ്റെ ഉദയം. ഓക്കെ, ഇനി നമുക്ക് വായിക്കാം. ഫ്രം വെരി ഏർലി ഏജ് സച്ചിൻ യൂസ്ഡ് ടു പ്ലേ ടെന്നീസ് ബോൾ ക്രിക്കറ്റ്. ചെറുപ്പത്തിൽ അവൻ ടെന്നീസ് ബോൾ ഉപയോഗിച്ചിട്ടാണ് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഹി ലവ്ഡ് വാച്ചിങ് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ ആൻഡ് ഇമിറ്റേറ്റഡ് ദ മാനറിസം ഓഫ് ഹിസ് ഫേവറേറ്റ് പ്ലെയേഴ്സ് സുനിൽ ഗവാസ്കർ ആൻഡ് ദ വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡ് വിവ് റിച്ചാർഡ്സ്. എന്താണ്? ടി വിയിൽ ക്രിക്കറ്റ് കളി കാണുന്നത് സച്ചിന് നല്ല ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സുനിൽ ഗവാസ്കറിൻ്റെയും വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡ് വിവ് റിച്ചാർഡിൻ്റെയും ക്രിക്കറ്റിൻ്റെ കളികളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും. ഓക്കെ, നോക്കി കണ്ട് പഠിക്കും. അവരുടെ മാനറിസം, അവരുടെ ഓരോ രീതികളൊക്കെ കണ്ടു പഠിക്കുമായിരുന്നു. അറ്റ് ദ ഏജ് ഓഫ് 11 ഹിസ് ബ്രദർ അജിത് ടുക്ക് ഹിം ടു കോച്ച് അച്രേക്കർ സാർ ഫോർ ട്രെയിനിങ് ഹിം പ്രൊഫഷണൽ ക്രിക്കറ്റർ. അപ്പോൾ എന്താ? 11ാം വയസ്സിൽ അച്രേക്കർ സാറിൻ്റെ അടുത്തേക്ക് സച്ചിനെ കൊണ്ടുപോയി. എന്തിന്? ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, പ്രൊഫഷണൽ ക്രിക്കറ്റിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. ബട്ട് അറ്റ് ഫസ്റ്റ് സച്ചിൻ കുഡ് നോട്ട് മേക്ക് ആൻ ഇംപ്രഷൻ. അപ്പോൾ ആദ്യം സച്ചിന് നല്ലൊരു ഇംപ്രഷൻ നൽകാൻ സാധിച്ചില്ല. അജിത്ത് കൺവിൻസ്ഡ് സാർ ഓഫ് ഹിസ് പൊട്ടൻഷ്യൽ ഇൻ ക്രിക്കറ്റ്. അജിത്താണ് സാറിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് സച്ചിന് നല്ല കഴിവുണ്ടെന്ന്. സാർ അഗ്രീഡ് ടു ട്രെയിൻ ഹിം ആൻഡ് സൂൺ ഹി ഹിംസെൽഫ് റെക്കഗ്നൈസ് സച്ചിൻസ് കാപ്പബിലിറ്റി. എന്താണ്? സാറ് പറഞ്ഞു സച്ചിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാമെന്ന്. അതേപോലെ തന്നെ ആൾക്ക് അച്രേക്കർ സാറിന് പതുക്കെ മനസ്സിലായി എന്ത്? സച്ചിൻ്റെ capability, സച്ചിൻ്റെ കഴിവുകൾ മനസ്സിലായി. അജിത്ത് accompanied his brother to the coaching camp in the beginning and talked to him a lot about cricket. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ സച്ചിൻ്റെ ചേട്ടനായിട്ടുള്ള അജിത്ത് ആദ്യത്തെ ദിവസമൊക്കെ തുടക്കം സച്ചിൻ്റെ ഒപ്പം പോകുമായിരുന്നു. അതേപോലെ തന്നെ വരുന്ന സമയമൊക്കെ ക്രിക്കറ്റിനെ പറ്റി കുറേ കാര്യങ്ങൾ വർത്താനം പറയായിരുന്നു. ഹി ഗേവ് ഹിം എ നോട്ട് കണ്ടെയ്നിങ് സം തോട്ട്സ് അബൌട്ട് ബാറ്റിംഗ്. എന്താണ്? അജിത്ത് കുഞ്ഞൊരു നോട്ട് കൊടുത്തു, ബാറ്റിങ്ങിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഒരു നോട്ട് കൊടുത്തു. അച്രേക്കർ സാർ സജസ്റ്റഡ് ദാറ്റ് സച്ചിൻ ഷുഡ് ചേഞ്ച് ഹിസ് സ്കൂൾ ടു ഗെറ്റ് ഫുൾ ടൈം ട്രെയിനിങ്. എന്താണ്? അച്രേക്കർ സാറ് അച്ഛനോടും ചേട്ടനോടും സച്ചിനോടും ഉപദേശിച്ചു വേറൊരു സ്കൂളിലേക്ക് മാറണം. ഓക്കെ, എന്നാൽ മാത്രമാണ് നല്ല ട്രെയിനിങ് നൽകാൻ സാധിക്കുകയുള്ളൂ. ഹിസ് ഫാദർ അഗ്രീഡ് ടു ഇറ്റ്. അച്ഛൻ സമ്മതിച്ചു. കോച്ച് അച്രേക്കർ സാർ ഗേവ് ഹിം റിഗറസ് ട്രെയിനിങ്. എന്താണ്? അച്രേക്കർ സാറ് നല്ല കഠിനമായിട്ടുള്ള ട്രെയിനിങ് അവന്
കൊടുത്തു. എൻകറേജ്മെൻറ്റ് നല്ല പ്രോത്സാഹനം കൊടുത്തു. ആൻഡ് ടൈംലി അഡ്വൈസ് ഓരോ ടൈമിലും ഓരോ അഡ്വൈസസും കൊടുത്തു. ഓക്കെ, ഉപദേശങ്ങളും കൊടുത്തു. ഇഫ് ഹി ഹാഡ് നോട്ട് ബീൻ ഹിസ് ട്രെയിനർ സച്ചിൻ വുഡ് നോട്ട് ഹാവ് ബീൻ ദ മാസ്റ്റർ ബ്ലാസ്റ്റർ ദാറ്റ് ഹി ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി. എന്താണ്, അച്രേക്കർ സാറ് സച്ചിൻ്റെ കോച്ചായി വന്നില്ലെങ്കിൽ നമുക്ക് നമ്മളറിയപ്പെടുന്ന സച്ചിനെ നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. സച്ചിൻ ഡിവോട്ട്സ് ഓൾ ഹിസ് അച്ചീവ്മെൻറ്റ് ആസ് എ ക്രിക്കറ്റർ ടു ഹിസ് കോച്ച് അച്രേക്കർ സാർ. സച്ചിൻ്റെ ഈ ഒരു ക്രിക്കറ്റർ പദവി എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ഇവൻ്റെ ഈ പദവി സച്ചിൻ്റെ കോച്ചിന് സമർപ്പിച്ചേക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മളൊന്നും പുതിയത് പഠിക്കുന്നില്ല. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. അപ്പോൾ ആക്ടിവിറ്റി 2 ആണിത്. അപ്പോൾ ഇവിടെ പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് സച്ചിൻസ് കോച്ച് രാമകാന്ത് അച്രേക്കർ യൂസിങ് ദ ഇൻഫോർമേഷൻ ഗിവൻ ബിലോ. അപ്പോൾ സച്ചിൻ്റെ കോച്ചായിട്ടുള്ള രാമകാന്ത് അച്രേക്കറിൻ്റെ ഒരു പ്രൊഫൈലാണ് നമ്മളോട് സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പേര് തന്നിട്ടുണ്ട്, എന്നാ ജനിച്ചത്, അതേപോലെ തന്നെ ഏത് സ്ഥലത്താണ് ജനിച്ചത്, ജോലി എന്താണ്, അതേപോലെ തന്നെ ഫൗണ്ടർ ആരാണ്, അതേപോലെ തന്നെ ഏതൊക്കെ ഫേമസ് ആയിട്ടുള്ള കളിക്കാരെയാണ് പഠിപ്പിച്ചത്, അതേപോലെ തന്നെ എന്തൊക്കെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളൊരു ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് ആരെക്കുറിച്ചാണ് നിങ്ങൾ പ്രൊഫൈൽ എഴുതുന്നത്, ആളുടെ ഹെഡിങ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. രാമകാന്ത് അച്രേക്കർ സാർ ഈസ് എ ഫേമസ് ഇന്ത്യൻ ക്രിക്കറ്റ് കോച്ച്. അല്ലേ, എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് കോച്ചാണ് രാമകാന്ത് അച്രേക്കർ. ഹി വാസ് ബോൺ ഇൻ 1932 ഇൻ മലവാന താലൂക്ക, മഹാരാഷ്ട്ര. ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൾ 1932 ഈ ഒരു സ്ഥലത്താണ് ജനിച്ചത്. ഹി വാസ് എ ക്രിക്കറ്റ് കോച്ച് ഓഫ് ശ്രദ്ധാശ്രം വിദ്യാമന്ദിർ സ്കൂൾ ഇൻ മുംബൈ. അപ്പോൾ ശ്രദ്ധാശ്രം വിദ്യാമന്ദിർ, മുംബൈയിലത്തെ ശ്രദ്ധാശ്രം വിദ്യാമന്ദിർ സ്കൂളിലത്തെ കോച്ചായിരുന്നു അദ്ദേഹം. ഹി ഫൗണ്ടഡ് കമ്മത്ത് മെമ്മോറിയൽ ക്രിക്കറ്റ് ക്ലബ് അറ്റ് ശിവാജി പാർക്ക്, മുംബൈ. അപ്പോൾ ആളാണ് ശിവാജി പാർക്കിൽ ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടാക്കിയത്. ഡ്യൂറിങ് ഹിസ് കരിയർ ആസ് എ ക്രിക്കറ്റ് കോച്ച് ഹി ട്രെയിൻ ന്യൂമറസ് ക്രിക്കറ്റ് പ്ലെയേഴ്സ്. അപ്പോൾ എന്താണ്, ആൾ ഒരു ക്രിക്കറ്റ് കോച്ച് എന്ന രീതിയിൽ കുറേ ക്രിക്കറ്റ് പ്ലെയേഴ്സിനെ ആൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ദ മോസ്റ്റ് ഫേമസ് എമംഗ് ദം ആർ സച്ചിൻ ടെണ്ടുൽക്കർ, വിനോദ് കബ്ലി ആൻഡ് അജിത് അഗർക്കർ. അപ്പോൾ എന്താ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ സച്ചിൻ ടെണ്ടുൽക്കർ, വിനോദ് കബ്ലി, അതേപോലെ തന്നെ അജിത് അഗർക്കർ. ഓക്കെ, ഇങ്ങനെയൊക്കെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഞാനങ്ങനെ ക്രിക്കറ്റ് ഒന്നും കാണാറില്ല, എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറിനെ മാത്രമേ അറിയുള്ളൂ. ഹി വോൺ മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് ദ ദ്രോണാചാര്യ അവാർഡ് ഇൻ 1919. അപ്പോൾ എന്താണ്, ദ്രോണാചാര്യ അവാർഡ് 1990 വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പത്മശ്രീ 2010 വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അച്രേക്കർ സാറ് എന്താണ് ജനുവരി 2 2019 അദ്ദേഹം മരിച്ചു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രൊഫൈലിൽ വേണ്ടത്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതി വയ്ക്കുക, നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കുക. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പ്രൊഫൈൽ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലൂടെ കിടക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലൂടെ കിടക്കാം. യുവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ മീറ്റിംഗ് ടു ഹോണർ രാമകാന്ത് അച്രേക്കർ. സപ്പോസ് യു ആർ ദ ആങ്കർ ഓഫ് ദ ഫംഗ്ഷൻ. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ ഇൻട്രൊഡ്യൂസിങ് ഹിം യൂസിങ് ദ ഇൻഫോർമേഷൻ ഗിവൻ അബവ്. എന്താണ്, നമ്മുടെ സ്കൂളിൽ രാമകാന്ത് അച്രേക്കർ വരാണ്, അങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ എന്താണ്, നമ്മളാണ് ആ ഒരു ഫംഗ്ഷനിൽ ആങ്കറായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ കുറച്ച് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ടല്ലോ അച്രേക്കർ സാറിനെ പറ്റിയിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഉടനെ തന്നെ എൻ്റെ വീഡിയോ ഇറക്കുന്നതായിരിക്കും. ഓക്കെ, ബിക്കോസ് ഇത് മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ആക്ടിവിറ്റി 3 വരുന്നത് റീഡ് ദ എക്സ്ട്രാക്ട് ഫ്രം എ ബ്ലോഗ് അബൌട്ട് ദ ഫേമസ് അത്ലറ്റ് വിൽമ റുഡാൾഫ് റിട്ടേൺ ബൈ ജേസൺ ആൻഡർസൺ ഇൻ sparkspeople.com. അപ്പോൾ എന്താണ്, ഒരു ബ്ലോഗാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നെറ്റിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഓരോരോ പേജ് വരുന്നില്ല, അതാണ് ബ്ലോഗ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ബ്ലോഗ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിൽ നമുക്ക് കവിതകളോ കഥകളോ എന്ത് വേണമെങ്കിലും നമുക്കതിൽ ഇടാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ റൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ പ്രിപ്പയർ എ ബ്ലോഗ് ഓൺ യുവർ സ്കൂൾ. സ്കൂളിനെ പറ്റിയിട്ടൊരു ബ്ലോഗ് ഉണ്ടാക്കാനാണ് പറയുന്നത് ടീച്ചറിൻ്റെ സഹായത്തോടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആക്ടിവിറ്റി സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ
മറക്കരുത്. ഓക്കെ, അതേപോലെ തന്നെ നോട്ട്സൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കംപ്ലീറ്റ് ആക്കി വെക്കാൻ മറക്കരുത്. എല്ലാ വേർഡ്സിൻ്റെ മീനിങ്ങിൽ നിങ്ങൾക്ക് കിട്ടാത്ത വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ നിങ്ങൾ നോട്ട്ബുക്കിൻ്റെ ആ ഒരു വാക്കിൻ്റെ മുകളിൽ എഴുതുക. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സിന് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ ഉണ്ട്, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങളെ ഫുൾ സപ്പോർട്ടായിട്ട് ഞാനുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും